الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أذن للذين يقاتلون بأنهم ظلموا وإن الله على نصرهم لقدير الذين أخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله ولولا دفع الله الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولينصرن الله من ينصره إن الله لقوي عزيز ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് റമദാൻ 18. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇന്നലെ വിശുദ്ധ റമദാനിലെ ബദർ ദിനമായിരുന്നു. ബദർ എല്ലാ കാലത്തും ഇസ്ലാമിക സമൂഹത്തിന് വലിയ പാഠമാണ്, വലിയ സന്ദേശമാണ് നൽകുന്നത്. ബദർ അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഖുത്ബ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന അവസാന 10ന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചും ആ 10 ദിനങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ള സുകൃതങ്ങളെ സംബന്ധിച്ചുമെല്ലാം ദീർഘിപ്പിക്കാതെ പറയാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഉദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ആത്യന്തികമായി ബദർ ഒരു പ്രതിരോധമായിരുന്നു. മക്കയിൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം വിശ്വാസികളെ ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യമുണ്ടായപ്പോൾ അവരവരുടെ നാടും വീടും വിട്ടുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു, ഹിജ്റ നടത്തുകയായിരുന്നു. പക്ഷേ മദീനയിലും അവരെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിച്ചില്ല. മദീനയിലെ ജൂതന്മാരെയും കപടന്മാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് വിശ്വാസികൾക്കെതിരെയും മദീനക്കെതിരെയും അതിശക്തമായ ഉപജാപങ്ങളും ഗൂഢാലോചനകളും ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി. അവിടെയും അവരെ സ്വസ്ഥമായി സമാധാനത്തോടുകൂടി ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യമുണ്ടായപ്പോൾ ഇത്തരമൊരു ഘട്ടത്തിലാണ് വിശ്വാസികൾക്ക് അല്ലാഹു തആല പ്രതിരോധിക്കാനുള്ള അനുവാദം നൽകുന്നത്. അതുവരെ ക്ഷമിക്കാനും കൈകൾ ഒതുക്കി വെക്കാനും ഒക്കെയായിരുന്നു ഖുർആനിൻ്റെ ആജ്ഞ, അള്ളാഹുവിൻ്റെ ആജ്ഞ. പക്ഷേ ക്ഷമയുടെ നെല്ലിപ്പടി അതവസാനിച്ച ഒരു സാഹചര്യം. എല്ലാ അർത്ഥത്തിലും ക്ഷമിച്ചും സഹിച്ചും ഇസ്ലാമിക സമൂഹം മുന്നോട്ട് പോയി. ഇപ്പോഴും മർദ്ദനം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആ ഘട്ടത്തിൽ വിശ്വാസി സമൂഹത്തിന് പ്രതിരോധിക്കുവാനുള്ള അനുവാദം നൽകി എന്നുള്ളതാണ്. ഒരു വ്യവസ്ഥാപിതമായ
രാഷ്ട്രമായി മദീന മാറിയിരുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. അതുകൊണ്ട് വ്യവസ്ഥാപിതമായ ഒരു സമൂഹത്തിന്റെ നേതൃത്വത്തിൽ, വ്യവസ്ഥാപിതമായ ഒരു രാഷ്ട്രത്തിന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു പ്രതിരോധം രൂപപ്പെട്ടത്. ഇസ്ലാമിക പ്രതിരോധം ആ അർത്ഥത്തിൽ വ്യവസ്ഥാപിതവും സംഘടിതവുമായ തലത്തിലാണ് രൂപം കൊള്ളേണ്ടത് എന്നുകൂടി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്ന ചില വചനങ്ങൾ സൂറ അൽ ഹജ്ജിൽ അള്ളാഹു പറയുന്നതാണ്. ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച പാരായണം ചെയ്ത വചനങ്ങൾ അള്ളാഹു പറയാണ്: ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ഉദിന ലില്ലദീന യുഖാതലൂന, മർദ്ദിതരായ ജനസമൂഹത്തിന് അനുവാദം ലഭിച്ചിരിക്കുന്നു. ബിഅന്നഹും ളുലിമൂ, ബിഅന്നഹും ളുലിമൂ, അവർ മർദ്ദിതരാണ് എന്ന കാരണത്താൽ അവർക്ക് പ്രതിരോധിക്കുവാനുള്ള അനുവാദം ലഭിച്ചിരിക്കുന്നു. വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ, അല്ലാഹു തആല അവരെ സഹായിക്കുവാൻ കഴിവുള്ളവനാണ്. ആരാണ് ഈ മർദ്ദിത സമൂഹം? എന്താണ് അവരുടെ അപ്പോഴത്തെ അവസ്ഥ? അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ്. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം, അവരുടെ ഭവനങ്ങളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ടവരാണവർ. ബിഗൈരി ഹഖ്ഖിൻ, യാതൊരു ന്യായവുമില്ലാതെ അന്യായമായ ഭവനങ്ങളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ടവർ. ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ടവരാണവർ. അവർക്കാണ് പ്രതിരോധിക്കുവാനുള്ള അനുവാദം ലഭിച്ചിട്ടുള്ളത്. പ്രതിരോധമാണ് സമൂഹത്തെ ഭൂമിയിൽ നിലനിർത്തുന്നത്. പ്രതിരോധമില്ലായിരുന്നുവെങ്കിൽ അക്രമിയുടെ അക്രമത്തിന് ലക്കും ലഗാനും ഉണ്ടാവില്ല, നിയന്ത്രണം ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രതിരോധം വേണം. ആ പ്രതിരോധമാണ് എല്ലായിടത്തും കാണുന്നത്. ഫലസ്തീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ പ്രതിരോധമാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ. അതിനെ യാതൊരു നിയന്ത്രണവുമില്ലാതെ മുന്നേറുന്ന ഒരവസ്ഥയിൽ, ഒരു സാഹചര്യത്തിൽ അവരെ പ്രതിരോധിക്കുവാൻ നിർബന്ധിതരാവുകയായിരുന്നു. പ്രതിരോധമാണ് ഒരു സമൂഹത്തെ ഭൂമിയിൽ നിലനിർത്തുന്ന ഘടകം എന്ന് പറയുന്നത്. അതാണ് പ്രതിരോധത്തിന്റെ പ്രാധാന്യം. വലൗലാ ദഫ്ഉല്ലാഹി الناس ബഅദഹും ബിബഅദ്, ജനങ്ങളിൽ ചിലരെ കൊണ്ട് പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ ലഹുദ്ദിമത് സ്വവാമിഉ വബിയഉൻ വസ്വലവാത്തുൻ, മഠങ്ങൾ തകർക്കപ്പെട്ടേന, സന്യാസ മഠങ്ങൾ, അതുപോലെ ക്രൈസ്തവ ദേവാലയങ്ങളും യഹൂദ ദേവാലയങ്ങളും തകർക്കപ്പെട്ടേന. വമസാജിദു യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറ, അല്ലാഹുവിന്റെ നാമം ധാരാളമായി സ്മരിക്കുന്ന പള്ളികളും തകർക്കപ്പെട്ടേന. പ്രതിരോധമില്ലായിരുന്നുവെങ്കിൽ അതൊന്നും നിലനിൽക്കില്ല. ഈ ഭൂമിയിൽ ആരാധനാ വൈവിധ്യങ്ങൾ നിലനിൽക്കില്ല, വ്യത്യസ്തതകൾ നിലനിൽക്കില്ല. ഏകശിലാത്മകമായ സമൂഹത്തെ ആരാണോ അത് ആഗ്രഹിക്കുന്നത്, അത് ഉദ്ദേശിക്കുന്നത്, അവരത് കെട്ടിപ്പടുക്കും. ബാക്കിയുള്ള ആളുകൾക്കൊന്നും അവരുടെ അവകാശങ്ങൾ, പൗരാവകാശങ്ങളും ആരാധനാ സ്വാതന്ത്ര്യവും ഒന്നും നിലനിൽക്കില്ല. അതുകൊണ്ട് പ്രതിരോധം സമൂഹത്തിൽ ആവശ്യമാണ്. ആ പ്രതിരോധത്തിന്റെ ഭാഗമായിരുന്നു ബദറും എന്ന് മനസ്സിലാക്കാൻ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അല്ലാഹു പറയാൻ, വലയൻസുറന്നല്ലാഹു മയ്യൻസുറുഹു, അല്ലാഹുവിനെ സഹായിക്കുന്നവരെ അല്ലാഹുവും സഹായിക്കും. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, നിശ്ചയം അല്ലാഹു തആല ശക്തനാണ്, അല്ലാഹു തആല പ്രതാപവാനാണ്. പ്രതാപവാനും ശക്തനുമായ അല്ലാഹു നിങ്ങളെ സഹായിക്കും. പ്രതിരോധിക്കുവാനുള്ള അനുവാദം ലഭിച്ചതിന് ശേഷമായിരുന്നു ബദർ. പക്ഷേ അക്രമി സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അംഗബലത്തോടുകൂടി, ആയുധശക്തിയോടുകൂടിയാണ് അവരെ സമീപിച്ചിരിക്കുന്നത്. 950 പേരടങ്ങുന്ന സർവായുധരായ അക്രമി സംഘത്തെ പ്രതിരോധിക്കാൻ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നമുക്കറിയാവുന്ന പോലെ 313 പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ശത്രുപക്ഷത്ത് 600-ലധികം അങ്കികളുള്ളപ്പോൾ മുസ്ലിങ്ങളുടെ പക്ഷത്ത് 60 അങ്കികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ശത്രുപക്ഷത്ത് 100 കുതിരകളുള്ളപ്പോൾ മുസ്ലിം പക്ഷത്ത് 2 കുതിരകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ശത്രുപക്ഷത്ത് 700 ഒട്ടകങ്ങൾ ഉണ്ടായപ്പോൾ മുസ്ലിം പക്ഷത്ത് 70 ഒട്ടകങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ടും ആയുധ ബലം കൊണ്ട് കുറഞ്ഞ,
ആൾബലം കൊണ്ട് കുറഞ്ഞ 313 വിശ്വാസികൾ, അവർ 950 അതല്ലെങ്കിൽ 1000-ഓളം അടുത്ത സംഖ്യയെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ പരാജയപ്പെടുത്തിയ പോരാട്ടം, അതാണ് ബദറിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. ഇത്തരം പരാജയപ്പെടുത്തൽ ബദറിൽ തുടങ്ങിയതല്ല. അങ്ങനെ ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ പരാജയപ്പെടുത്തിയ എത്രയോ പോരാട്ടങ്ങൾ, വിമോചന സമരങ്ങൾ ചരിത്രത്തിൽ എമ്പാടുമുണ്ടായിട്ടുണ്ട്. അതാണ് അല്ലാഹു പറഞ്ഞത്, കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ്. എത്രയെത്ര ചെറുസംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ അതിജീവിച്ചിട്ടുള്ളത്. അതിന് കാലം സാക്ഷിയാണ്, ചരിത്രം സാക്ഷിയാണ്. എന്നും ഇസ്രയേലിന്റെ മുമ്പിൽ ഫലസ്തീൻ മക്കൾ പിടിച്ചു നിൽക്കുന്നു. ലോകത്തെ വൻ ശക്തികളുടെ പിന്തുണ ഈ പോരാട്ടം തുടങ്ങുമ്പോ, ഈ യുദ്ധം തുടങ്ങുമ്പോ ഇസ്രയേലിന് ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വൻ ശക്തികളുടെ അത്രത്തോളം പിന്തുണയുണ്ടെന്ന് പറയുക സാധ്യമല്ല. പിന്തുണ കുറഞ്ഞു പോയിരിക്കുന്നു. ഇസ്രയേലിൽ ആഭ്യന്തരമായിട്ടുള്ള ഭിന്നത അത് ശക്തിപ്പെട്ടിരിക്കുന്നു. ഫലസ്തീനികൾ വലിയ ദുരിതവും പ്രയാസവും അഭിമുഖീകരിക്കുമ്പോഴും ഇസ്രയേലും വലിയൊരു പരാജയത്തിലേക്ക് മടങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇതെല്ലാം നമുക്ക് നൽകുന്ന സഹോദരങ്ങളെ. അതുകൊണ്ട് തീർച്ചയായിട്ടും വിജയത്തിന്റെ നാളുകൾ തിരിച്ചു വരും. ഫലസ്തീൻ മക്കളെ സംബന്ധിച്ച് മാത്രമല്ല, ലോകത്തെ മർദ്ദിത സമൂഹത്തിന്റെ ചരിത്രം അതാണ്. കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി എത്രയെത്ര ചെറുസംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ അതിജീവിച്ചിട്ടുള്ളത്, പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, അത്തരത്തിലൊരു പോരാട്ടമായിരുന്നു ബദർ എന്ന് പറയുന്നത്. ബദർ വിശ്വാസദാർഢ്യത്തിന്റെയും ആസൂത്രണത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രാർത്ഥനയുടെയും വിജയമായിരുന്നു. പ്രാർത്ഥനയുടെ വിജയമായിരുന്നു അത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ തലേ ദിവസം ആകാശത്തേക്ക് കൈമലർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിലേക്ക് കൈമലർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രവാചകന്റെ കൈകൾ ഇങ്ങനെ ഉയർന്നുയർന്ന് പോവുകയാണ്. പ്രാർത്ഥന വല്ലാത്ത ഒരു വൈകാരികതയിലേക്ക് എത്തിപ്പെടുമ്പോൾ ആ കൈ ഉയരുന്നതിനനുസരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തട്ടം നിലത്ത് വീണു. ആ തട്ടമെടുത്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹസ്ബുക യാ റസൂലല്ലാഹ്, മതി പ്രവാചകരെ, അല്ലാഹു താങ്കളുടെ പ്രാർത്ഥന സ്വീകരിച്ചേക്കും. അല്ലാഹു താങ്കളുടെ പ്രാർത്ഥന സ്വീകരിച്ചേക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അബ്ശിർ യാ അബൂബക്കർ ഫഇന്ന ജിബ്രീൽ ഇദാ ജിബ്രീൽ ഹാദാ ജിബ്രീലു അഖദ ബിയനാനി ഫർസി. അബ്ശിർ യാ അബൂബക്കർ, അബൂബക്കറെ സന്തോഷിക്കുക. ഹാദാ ജിബ്രീലു അഖദ ബിയനാനി ഫർസി. തന്റെ കുതിരയുടെ കടിഞ്ഞാണം പിടിച്ചുകൊണ്ടിതാ ജിബ്രീൽ സമാഗതമായിരിക്കുന്നു. ഇതാ മലക്കുകൾ ഇറങ്ങാൻ പോവുകയാണ്. അബൂബക്കറെ സന്തോഷിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. സഹോദരങ്ങളെ, ഇതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത്, അല്ലാഹു പറഞ്ഞത്, ഇദ തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ഇദ തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് സഹായാർത്ഥന നടത്തുന്ന സന്ദർഭം, ഫസ്തജാബ ലക്കും, അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം നൽകി. അല്ലാഹു നിങ്ങളോട് മറുപടി പറഞ്ഞു. അല്ലാഹു പറഞ്ഞു, അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. തുടർച്ചയായിട്ട് ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കിക്കൊണ്ട് നാം നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും, അല്ലാഹു പറഞ്ഞു. സഹോദരങ്ങളെ, അങ്ങനെ അല്ലാഹു ബദറിൽ മലക്കുകളെ ഇറക്കി 313 പേരെ സഹായിച്ച ചരിത്ര വിജയമാണ്. ആ ചരിത്ര വിജയം സമ്മാനിച്ച ദിനമാണ് ബദർ 17 എന്ന് പറയുന്നത്. ആ ബദർ ദിനത്തിൽ നിന്നാണ് ഇന്നലെ നാം വിട പറഞ്ഞത്. ആ ചരിത്രത്തെ അനുസ്മരിക്കാതെ ഒരു റമളാനും കഴിഞ്ഞു പോവാൻ പാടില്ല. കാരണം ആ ചരിത്രത്തിൽ നിന്ന് വിശ്വാസികൾക്ക് വലിയ പാഠങ്ങളുണ്ട്. അല്ലാഹു പറയാണ്, ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅത്തൈനിൽ തഖതാ. പരസ്പരം പോരാടിയ രണ്ട് സംഘങ്ങളിലും നിങ്ങൾക്ക് വലിയ പാഠങ്ങളുണ്ട്. ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പോരാടുന്ന ഒരു സംഘം, വഉഖറാ കാഫിറതു യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ. മറ്റേ സംഘം നിഷേധികളുടെ സംഘമാണ്. ആ നിഷേധികൾക്ക് അവരുടെ ഭാഗത്ത് നിന്ന് മുസ്ലിങ്ങളെ, വിശ്വാസികളെ നോക്കിയപ്പോ
നിഷേധികളുടെ ഇരട്ടിയുണ്ടെന്ന് തോന്നി. 950 പേരുണ്ട് നിഷേധികൾ, 313 വിശ്വാസികളുള്ളൂ. പക്ഷേ 950 പേരടങ്ങുന്ന ആ സംഘത്തിന് 313 നോക്കിയപ്പോ 950ന്റെ ഇരട്ടിയുണ്ടെന്ന് തോന്നി എന്നാണ് ഖുർആൻ പറയുന്നത്. വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മയ്യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അങ്ങനെയെല്ലാമാണ് അള്ളാഹു പിന്തുണക്കുന്നത്. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലെല്ലാം വലിയ ഗുണപാഠങ്ങളുണ്ട്. സഹോദരങ്ങളെ, ഈ സഹായത്തിന് എന്നെന്നുമുള്ള വിശ്വാസി സമൂഹം അർഹരാവും. പക്ഷേ അതിന് സാധ്യമാവണമെങ്കിൽ ബദറിലെ പോരാളികൾ മുന്നോട്ട് വെച്ച ഒരു ത്യാഗമുണ്ട്. ആ ത്യാഗബോധം നമ്മുടെ മനസ്സിനും ഉണ്ടാവണം എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അവരോട് ചോദിക്കുന്നുണ്ട്. ഒരു വശത്ത് സർവായുധരായ ഖുറൈശി പട വന്നിരിക്കുന്നു, മറുവശത്ത് മക്കയിലെ മുസ്ലിങ്ങൾ ഇട്ടേച്ചു പോയ ധനം അത് സ്വരൂപിച്ചുകൊണ്ട് ഷാമിൽ പോയി കച്ചവടം ചെയ്ത് തിരിച്ചു വരുന്ന അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം കേവലം കച്ചവട സംഘമായിരുന്നില്ല, കൊള്ള സംഘമായിരുന്നു. ആ കച്ചവടത്തിൽ നിന്ന് ലാഭം കിട്ടിയാൽ അതിന്റെ തോതനുസരിച്ച് മദീനയെ ആക്രമിക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. നമ്മൾ ആരെയാണ് നേരിടേണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോട് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. നാം കച്ചവട സംഘത്തെ നേരിടണോ അതോ അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ നേരിടണോ? അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ നേരിടണോ? അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ നേരിടണോ? ചോദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചോദിക്കുമ്പോ സ്വഹാബിമാരിൽ പ്രമുഖനായ മുഹാജിറുകളിൽ പ്രമുഖനായിരുന്ന മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുകൊണ്ട് പറയാണ്, യാ റസൂലല്ലാഹ് ഇംളി മാ അമറക്കല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹു എങ്ങോട്ട് പോവാനാണോ കൽപ്പിച്ചിട്ടുള്ളത് അങ്ങോട്ട് പോവുക. അല്ലാഹ് എന്താണോ കൽപ്പിച്ചത് അതുപോലെ ചെയ്യുക. ഫവല്ലാഹി ലാ നഖൂലു ലക കമാ ഖാല ബനൂ ഇസ്രായീൽ ലിമൂസാ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹുനാ ഖായിദൂൻ. ഇസ്രായേൽ മക്കൾ മൂസാ പ്രവാചകനോട് പറഞ്ഞതുപോലെ നീയും നിന്റെ പടച്ചോനും പോയി യുദ്ധം ചെയ്യത്, നീയും നിന്റെ പടച്ചോനും പോയി യുദ്ധം ചെയ്യേ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്ന് ഞങ്ങൾ നിങ്ങളോട് പറയില്ല. വലാകിൻ നഖൂൽ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ മഅകുമാ മുഖാതിലൂൻ. ഞങ്ങൾ എന്താ പറയുക? അല്ലാഹുവും പ്രവാചകനും പോരാടുക, ഞങ്ങൾ പ്രവാചകന്റെ കൂടെയുണ്ട് എന്നാ നിങ്ങൾ പറയാ. ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ, നിങ്ങളും നിങ്ങളുടെ നാഥനും പോരാടുക. ഫഇന്നാ മഅകുമാ മുഖാതിലൂൻ, നിശ്ചയം ഞങ്ങളും നിങ്ങളുടെ കൂടെ പോരാടുന്നതാണ്. അതാ ഞങ്ങൾ പറയാ. ഞങ്ങൾ പിന്തി നിൽക്കുന്ന പ്രശ്നമില്ല. നിങ്ങളോട് എങ്ങോട്ട് പോവാനാണോ അങ്ങോട്ട് പോവുക. താങ്കൾ പോകുന്നിടത്തേക്ക് ഞങ്ങളും വരുമെന്ന് മുഹാജിറുകളുടെ നേതാവായ മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുകൊണ്ട് പറയാൻ ആയില്ല. അൻസാറുകളുടെ അഭിപ്രായമായില്ല. അശീറു അലയ്യ അയ്യുഹന്നാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, മനുഷ്യരെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം. അൻസ്വാറുകളോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം. അവരിൽ പ്രമുഖനായിരുന്ന സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, ലഖദ് ആമന്നാ ബിക വസദ്ദഖനാക വശഹിദ്നാ അന്ന മാ ജിഅത ബിഹി ഹുവൽ ഹഖ് വഅതൈനാക ഉഹൂദനാ വമവാഥികനാ അലസ് സമഇ വത്വാഅ. നിശ്ചയം പ്രവാചകരെ, ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ നിങ്ങളെ സത്യപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾ കൊണ്ടുവന്നത് സത്യമാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഞങ്ങളുടെ കരാറുകൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രവാചകരെ. ഫംളിമാ അമറക യാ റസൂലല്ലാഹ്. അതുകൊണ്ട് പ്രവാചകരെ, എങ്ങോട്ട് പോവാനാണോ അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് അങ്ങോട്ട് നിങ്ങൾ ചലിക്കുക. നിങ്ങൾ എങ്ങോട്ട് ചലിച്ചാലും അങ്ങയുടെ കൂടെ ധീരരായിട്ട് ഞങ്ങളുണ്ടാവും. ഫവല്ലദീ ബഅസക ബിൽ ഹഖ്, സത്യം കൊണ്ട് അങ്ങയെ നിയോഗിച്ച അല്ലാഹുവിനെ പിടിച്ചാണയിട്ടുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ലവിസ്തഅറൽത ബിനാ ഹാദൽ ബഹർ ഫഖുൽതഹു ലഖുൽനാഹു മാക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കളെ സമുദ്രത്തിൽ ഇറങ്ങാൻ ഞങ്ങളോട് കൽപ്പിച്ചു, ഈ പാരാവാരത്തിൽ ഇറങ്ങാൻ ഞങ്ങളോട് കൽപ്പിച്ചു. അതിനുശേഷം താങ്കളും ഈ സമുദ്രത്തിൽ ഇറങ്ങിയാൽ ലഖുൽനാഹു മാക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, താങ്കളുടെ കൂടെ ഞങ്ങളും ഇറങ്ങും. വമാ തഖല്ലഫ മിന്നാ റജുലുൻ വാഹിദുൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പോലും പിന്തി നിൽക്കില്ല.
അങ്ങനെ ഒരു പോരാട്ടമുണ്ടായാൽ ആ പോരാട്ടം എത്ര രൂക്ഷമാണെങ്കിലും ക്ഷമയോടുകൂടി പതറാതെ പിന്മാറാതെ ഞങ്ങൾ ആ പോരാട്ടത്തിൽ അടിയുറച്ചു നിൽക്കും. അതാണ് സഹോദരങ്ങളെ ആ ജനതയുടെ ത്യാഗമെന്ന് പറയുന്നത്. ഈ ത്യാഗത്തിന്റെ വിജയമായിരുന്നു ബദർ. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ഈ ത്യാഗബോധവും സന്നദ്ധതയുമാണ് ബദറിൽ വിശ്വാസികളെ വിജയിപ്പിച്ചത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമിക സമൂഹത്തിന് വർത്തമാന കാലഘട്ടത്തിൽ വിജയിക്കാൻ സാധിക്കണമെങ്കിലും ഇക്കാര്യങ്ങളെല്ലാമാണ് വേണ്ടത്. തഖ്വ വേണം, ഈമാൻ വേണം, ത്യാഗബോധം വേണം, സമർപ്പണം വേണം. അവ നേടിയെടുക്കാനുള്ള ദിനരാത്രങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ റമദാനിലെ അവസാന 10ലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. ലോകത്ത് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ ദിവസങ്ങളെക്കാളും ശ്രേഷ്ഠമായ 10 ദിനങ്ങളാണ് റമദാനിലെ അവസാനത്തെ 10 ദിനങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ തഖ്വയും ഈമാനും നമ്മുടെ ത്യാഗബോധവും നമ്മുടെ സന്നദ്ധതയും വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ ദിനരാത്രങ്ങളെ പ്രയോജനപ്പെടുത്താൻ സഹോദരങ്ങളെ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ബദരീങ്ങളെ പോലെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്കും വിജയിക്കാൻ സാധ്യമാവണമെങ്കിൽ പൗരാവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമം പാസാക്കാൻ വേണ്ടി ഭരണകൂടം തകൃതിയായ നടപടികളിലേക്ക് പ്രവേശിക്കുന്ന ഈ ഘട്ടത്തിൽ രാജ്യത്ത് വീണ്ടും ഒരു ഫാസിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരുമോ എന്ന വലിയ ഒരാശങ്ക ഈ രാജ്യനിവാസികൾ മുഴുവനും അവരുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന വലിയൊരു പ്രതിസന്ധിയുടെ കാലം. ആ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഈ പ്രതിസന്ധികളെയെല്ലാം അതിജീവിക്കാൻ പ്രാർത്ഥനകൾ കൊണ്ട് നമുക്ക് സാധ്യമാവണം. അങ്ങനെ നമ്മുടെ തഖ്വയും ഈമാനും വർദ്ധിപ്പിക്കാനും പ്രതിസന്ധികൾ പരിഹരിക്കാൻ ഉതകുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്ന ഈമാനികമായ അവസ്ഥയിലേക്ക് നമ്മൾ ഉയരാനും വേണ്ടിയാണ് സഹോദരങ്ങളെ റമദാനിലെ അവസാനത്തെ 10 നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയാൻ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റുൽ അവാഖിറു മിൻ റമദാൻ, റമദാനിലെ അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. എങ്ങനെയായിരുന്നു? അഹിയൽ ലൈല വ അയ്ഖല അഹ്ലഹു വജദ്ദ വശദ്ദൽ മിഅ്ദർ. അഹിയൽ ലൈൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയെ സജീവമാക്കും. വ അയ്ഖല അഹ്ലഹു, വീട്ടുകാരെയെല്ലാം ഇബാദാത്തുകൾക്ക് വേണ്ടി, ആരാധനകൾക്ക് വേണ്ടി വിളിച്ചുണർത്തും. വജദ്ദ വശദ്ദൽ മിഅ്ദർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ പരിശ്രമശാലിയാവുന്നു. വശദ്ദൽ മിഅ്ദർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അരയുടുപ്പിനെ മുറുക്കിയെടുക്കുന്നു. ഇബാദാത്തുകൾ നിർവഹിക്കുന്നതിന് വേണ്ടി അരമുറുക്കിക്കൊണ്ട് പ്രവാചകൻ നിൽക്കുന്ന സമയമാണ് റമദാനിലെ അവസാന 10 എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദാത്തുകൾക്ക് വേണ്ടി ഏറ്റവും അധികം പരിശ്രമശാലിയായിരുന്ന 10 ആയിരുന്നു റമദാനിലെ അവസാനത്തെ 10 എന്ന് പറയുന്നത്. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മിൻഹു മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി, മറ്റൊരു കാലത്തും പരിശ്രമിക്കാത്ത രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ അവസാനത്തെ 10ൽ പരിശ്രമിക്കുമായിരുന്നു എന്നെല്ലാം തന്നെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, രാവുകളിൽ ഏറ്റവും പവിത്ര രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ഒരു വർഷത്തെ രാവുകളിൽ ഏറ്റവും പവിത്രമായ ഒരു രാവ് അതാണ് ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദറാണ് റമദാന്റെ സവിശേഷത എന്ന് പറയുന്നത്. ആ ലൈലത്തുൽ ഖദറിന്റെ രാവ് ഉണ്ടാവാൻ ഏറ്റവും അധികം സാധ്യതയുള്ള 10 റമദാനിലെ അവസാന 10 എന്ന് പറയുന്നത്. ഖുർആനാണ് റമദാന്റെ അടിസ്ഥാന ഹേതു, അതല്ലെങ്കിൽ കാരണം ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ. ആ ഖുർആൻ ഇറങ്ങിയ രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, നിശ്ചയം നാം ഈ ഗ്രന്ഥത്തെ ഇറക്കിയിട്ടുള്ളത് ലൈലത്തുൽ ഖദറിലാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പവിത്രമായ ഒരു രാവാണത്. തനസ്സലുൽ മലായികത്തു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, മാലാഖമാർ ഭൂമിയിൽ ഇറങ്ങുന്ന രാവാണ്. മാലാഖമാരുടെ നായകനായ ജിബ്രീൽ അലൈഹിസ്സലാമയും ഭൂമിയിൽ ഇറങ്ങുന്ന രാവാണ്.
അള്ളാഹുവിന്റെ സകല ഉത്തരവുകളുമായി ഭൂമിയിൽ മാലാഖമാർ ഇറങ്ങുന്ന രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പ്രഭാതോദയം വരെ സമാധാനത്തിന് വേണ്ടി മാലാഖമാർ ആഹ്വാനം ചെയ്യുന്ന രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ആ ലൈലത്തുൽ ഖദറിനെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധ്യമാവണം. من قام ليلة القدر إيمانا واحتسابا غفر له ما تقدم من ذنبه. ആരെങ്കിലും വിശ്വാസത്തോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റുന്നാൽ നമസ്കരിച്ചാൽ അയാൾക്ക് സംഭവിച്ചു പോയ പാപങ്ങൾ അത്രയും അള്ളാഹു തആല പുറത്തു കൊടുക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ലൈലത്തുൽ ഖദറിനെ ഇബാദത്തുകൾക്ക് വേണ്ടി, വിശുദ്ധ ഖുർആൻ പഠന പാരായണങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക. സാധ്യമാവുന്ന ആളുകളെല്ലാം ഇഅ്തികാഫിൽ മുഴുകുക. റമളാന്റെ അവസാനത്തെ 10 എന്ന് പറയുന്നത് ഇഅ്തികാഫിനുള്ള 10 കൂടിയാണ്, പള്ളിയിൽ ഭജനമിരിക്കാനുള്ള 10. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ. റമളാനിലെ അവസാനത്തെ 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. അവസാനത്തെ 10 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ തന്നെ ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു. ഫലമ്മാ കാനൽ ആമുൽ ലദീ ഖുബില ഫീഹി ഇഅ്തകഫ 20 യൗമാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ആ വർഷത്തിൽ റമളാനിലെ രണ്ടാമത്തെ 10ലും ഇഅ്തികാഫ് ഇരുന്നു. മൂന്നാമത്തെ 10ലും രണ്ടാമത്തെ 10ലും ഇഅ്തികാഫ് ഇരുന്നു. 20 ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ വർഷത്തിൽ. അത് സ്ത്രീകൾക്കും ആവശ്യമാണ്. ആവശ്യം എന്ന് പറഞ്ഞാൽ നിർബന്ധമല്ല, ഐച്ഛികമാണ്, പ്രബലമായ സുന്നത്താണ്. പുരുഷന്മാർക്കും പ്രബലമായ സുന്നത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം പ്രവാചക പത്നിമാരും പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു. ഇതെല്ലാം ഹദീസുകളിൽ, സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ വിശദീകരിച്ചു. വയുസന്നു അയ്യംകുസ ഫിൽ മസ്ജിദി മുഅ്തകഫൻ റജാഅ മുസാദഫതി ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കൽ പ്രബലമായ സുന്നത്താണ്. ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇഅ്തികാഫ് ഇരിക്കുന്നത്. കാരണം റമളാനിലെ അവസാന 10 കൂടുതൽ സാധ്യതയുണ്ടെങ്കിലും അവസാന 10 ഏത് രാവിലാണെന്ന് തീർച്ചപ്പെടുത്തി പറഞ്ഞിട്ടില്ല. ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖറജതു ലിയുഖ്ബിറകും ബിലൈലത്തിൽ ഖദർ. ലൈലത്തുൽ ഖദർ നിങ്ങൾക്ക് അറിയിച്ചു തരാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടു. ദിവ്യബോധനത്തിലൂടെ ഇന്ന രാവിലാണ് ലൈലത്തുൽ ഖദർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനെ അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വിവരവുമായി സന്തോഷത്തോടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദർ 1000 രാവുകളെക്കാൾ മഹത്വമേറിയ രാവ് ഇന്ന രാവാണെന്ന് അറിയിച്ചു തരാൻ വേണ്ടി പ്രവാചകൻ പുറപ്പെട്ടു എന്നാണ്. ഫതലഹ ഫുലാനുൻ വ ഫുലാൻ. അപ്പോഴാണ് വഴിയിൽ രണ്ടാളുകൾ ഇങ്ങനെ തർക്കിക്കുന്നത്, രണ്ടാളുകൾ വഴക്കടിക്കുന്നത്. പ്രവാചകൻ ആ വഴക്കിൽ ശ്രദ്ധിച്ചപ്പോ പ്രവാചകന്റെ മനസ്സിൽ നിന്ന് ആ ഡേറ്റ് അങ്ങ് ഉയർന്നുപോയി, മറന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ആ അവസ്ഥ നിങ്ങൾക്ക് ഉത്തമമായി മാറിയേക്കും. കാരണം ആ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ വിശ്വാസദാർഢ്യമുള്ള ആളുകൾ മുഴുവൻ രാവുകളിലും ഇബാദത്തുകൾ കൊണ്ട് മുഴുകും. അങ്ങനെയുള്ള ക്രിയാത്മകമായൊരവസ്ഥയുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്കത് ഉത്തമമായേക്കും. അള്ളാഹു തന്നെ മറപ്പിച്ച് കളഞ്ഞതാവാം. വിശ്വാസികൾ ആ 10 ദിനങ്ങൾ മുഴുവനും ആരാധനയിലും ഇഅ്തികാഫിലുമായി മുഴുകട്ടെ. സഹോദരങ്ങളെ, അതിനുവേണ്ടിയാവാം ലൈലത്തുൽ ഖദർ ഇന്ന രാവിലാണെന്ന ആ കാര്യം ഉയർന്നുപോയി, അതല്ലെങ്കിൽ മറന്നുപോയി. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽതമിസുഹാ ഫിത്താസിഅതി വസ്സാബിഅതി വൽ ഖാമിസ. നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കണം. ഫിത്താസിഅതി റമളാനിലെ 29ാമത്തെ രാവിൽ, വസ്സാബിഅതി 27ാമത്തെ രാവിലും, വൽ ഖാമിസതി 25ാമത്തെ രാവിലും. ഒരുപാട് നിവേദനങ്ങളുണ്ട്. പല നിവേദനങ്ങളിലും പല രൂപത്തിലാണ് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു നിവേദനത്തിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ. റമളാനിലെ അവസാന 10 ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണേ.
റമളാനിലെ അവസാന 10 ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറഞ്ഞുകൊണ്ടുള്ള വചനങ്ങൾ, അതിന് കൂടുതൽ സാധ്യതയുണ്ട്. സഹോദരങ്ങളെ, ഐഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അറഅയ്ത ഇൻ അലിംതു അയ്യു ലൈലത്തിൻ ലൈലത്തുൽ ഖദർ മാ അഖൂലു ഫീഹാ. പ്രവാചകരെ, ഏത് രാവിലാണ് ലൈലത്തുൽ ഖദർ എന്നെനിക്ക് അറിവ് ലഭിച്ചിരുന്നുവെങ്കിൽ ആ ലൈലത്തുൽ ഖദറിൽ ഞാൻ എന്താണ് ചൊല്ലേണ്ടിയിരുന്നത്, ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടിയിരുന്നത്, എന്താണ് കൂടുതലായി ഞാൻ പറയേണ്ടിയിരുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നീ പ്രാർത്ഥിക്കണം, ധാരാളമായി നീ പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ഇന്നക അഫുവുൻ, നിശ്ചയം നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, നീ വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണമേ എന്ന് നീ നിന്റെ നാഥനോട് പ്രാർത്ഥിക്കണം. റമളാനിലെ അവസാന 10 പ്രവേശിച്ചാൽ ഈ പ്രാർത്ഥനയാണ് കാര്യമായി നമ്മൾ നടത്തുന്നത്. അള്ളാഹുവിനോട് വിട്ടുവീഴ്ച ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വാസികൾ അവരുടെ ശരീരത്തെ പൂർണ്ണമായും അള്ളാഹുവിനെ സമർപ്പിക്കുകയാണ്. അതാണ് റമളാനിലെ അവസാന 10 എന്ന് പറയുന്നത്. പൂർണ്ണമായും തങ്ങളുടെ ശരീരത്തെ അള്ളാഹുവിനെ സമർപ്പിക്കുകയാണ് വിശ്വാസി. പക്ഷേ ശരീരം മാത്രം സമർപ്പിച്ചാൽ പോരാ, സമ്പത്തും അള്ളാഹുവിനെ സമർപ്പിക്കേണ്ടതാണ്. ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. നിശ്ചയം അല്ലാഹു തആല വിശ്വാസികളിൽ നിന്ന് വിലക്ക് വാങ്ങിയിരിക്കുന്നു. അൻഫുസഹും വ അംവാലഹും, അവരുടെ ശരീരം മാത്രം വിലക്ക് വാങ്ങി എന്നല്ല പറഞ്ഞത്, അവരുടെ സമ്പത്തും വിലക്ക് വാങ്ങിയിരിക്കുന്നു. ബിഅന്ന ലഹുമുൽ ജന്ന, നിശ്ചയം അവർക്ക് സ്വർഗം പകരമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ശരീരവും അവരുടെ സമ്പത്തും അല്ലാഹു വിലക്ക് വാങ്ങിയിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ധാരാളമായി ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ടുന്ന പകലുകളും രാവുകളുമാണ് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന റമളാനിലെ അവസാന 10 എന്ന് പറയുന്നത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും ഉദാരനായിരുന്നു. വകാന അജ്വദു മാ യകൂനു ഫീ റമളാൻ ഹീന യൽഖാഹു ജിബ്രീൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉദാരനായിരുന്നത് ജിബ്രീലുമായി സംഗമിച്ചിരുന്ന റമളാനിലായിരുന്നു. ഏറ്റവും ഉദാരനായിരുന്നത് റമളാനിലെ അവസാന 10 സഹോദരങ്ങളെ, കൂടുതൽ ദാനധർമ്മങ്ങൾ നിർവഹിക്കുക. നിർബന്ധ ദാനത്തെ സംബന്ധിച്ചുള്ള ആ ശരിയായ ബോധ്യം നമുക്കുണ്ടാവണം. സകാത്ത് കൊടുക്കേണ്ടത് റമളാനിലാണ് എന്നൊന്നും പറയുക സാധ്യമല്ല. കാരണം ഒരാളുടെ അടുക്കൽ സമ്പത്തിന്റെ നിസ്വാബത്തി വിഹിതമെത്തി വർഷം തികയുമ്പോഴാണ് ഒരാൾ സകാത്ത് കൊടുക്കേണ്ടത്. പക്ഷേ നമസ്കാരം കൊണ്ട് മാത്രം നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. സകാത്ത് കൂടി നാം നിർവഹിച്ചിട്ടുണ്ട്. നമ്മുടെ സമ്പത്തിന്റെ വിഹിതം കൂടി 2.5% അതല്ലെങ്കിൽ എത്രയാണെങ്കിൽ അത് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ സഹോദരങ്ങളെ നമ്മുടെ റമളാൻ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. തീർച്ചയായും നാം സകാത്ത് കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. നമസ്കാരത്തോടൊപ്പം സകാത്ത് കൂടി നിർവഹിക്കുമ്പോഴാണ് നരകശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നത്. കേവല നമസ്കാരം കൊണ്ട് മാത്രമായില്ല, സകാത്ത് കൊടുക്കണം. ഇബാദത്തുകൾ മറ്റുള്ള ഇബാദത്തുകളുമെല്ലാം നിർവഹിക്കണം. എന്താ ഖുർആൻ പറഞ്ഞത്? എന്താ അല്ലാഹു പറഞ്ഞത്? സകാത്ത് കൊടുക്കാത്ത ആളുകളുടെ ശിക്ഷയെ സംബന്ധിച്ച് അല്ലാഹു തന്നെ തന്റെ ഗ്രന്ഥത്തിൽ പറയാണ്, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫില്ലത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹി ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. വല്ലദീന യക്നിസൂന ദഹബ വൽ ഫില്ല, സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെക്കുന്ന ആളുകൾ, സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾ. സ്വർണവും വെള്ളിയും മാത്രമല്ല, അത് ഒരു കാലഘട്ടത്തിലെ നാണയത്തെ സംബന്ധിച്ച് പറഞ്ഞതാണ്. സ്വർണവും വെള്ളിയും മാത്രമല്ല, അത് നാണയമാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ കാർഷിക വിളകളാണെങ്കിൽ അങ്ങനെ, ശമ്പളമാണെങ്കിൽ അങ്ങനെ, അതിന്റെ സകാത്ത് കൊടുക്കാതെ നിക്ഷേപമാക്കി വെക്കുന്ന ആളുകൾ. വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അവരത് ചെലവഴിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകളോട് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ കൊണ്ട് നിങ്ങൾ സന്തോഷ വാർത്ത അറിഞ്ഞുകൊള്ളുക എന്ന് അല്ലാഹു പറഞ്ഞത്. വേദനാജനകമായ നരകശിക്ഷയാണ് സകാത്ത് കൊടുക്കാത്ത ആളുകൾക്കുള്ള മുന്നറിയിപ്പായി അല്ലാഹു തആല നൽകുന്നത്. കേവല നരകശിക്ഷ മാത്രമല്ല, നരകത്തിൽ അവർക്ക് പ്രത്യേകം ശിക്ഷയുണ്ട്. അല്ലാഹു പറയാൻ, യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ.
യൗമ യുഹ്മാ അലൈഹാ, ആ സകാത്ത് കൊടുക്കാത്ത ധനം ചുട്ടുപഴുപ്പിക്കപ്പെടും. സകാത്ത് കൊടുക്കാത്ത ധനം ചുട്ടുപഴുപ്പിക്കപ്പെടും. ഫതുഖ്വാ ഫീ നാരി ജഹന്നം, നരകാഗ്നിയിൽ വെച്ച് നരകത്തീ കൊണ്ട് സകാത്ത് കൊടുക്കാത്ത ധനം ചുട്ടുപഴുപ്പിക്കപ്പെടും. എന്നിട്ട് ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും, ആ ചൂട് അവരുടെ നെറ്റിത്തടങ്ങളിലും അവരുടെ പാർശ്വങ്ങളിലും മുതുകുകളിലും വെക്കും. എന്നിട്ട് അവരോട് പറയാണ്, ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, ഇതാണ് നിങ്ങൾ നിക്ഷേപമാക്കി വെച്ചിട്ടുള്ള ധനം. ഈ ചുട്ടുപഴുപ്പിക്കപ്പെട്ട് അതിനുശേഷം നിങ്ങളുടെ ശരീരത്തിൽ അതുകൊണ്ട് ചൂടുവെക്കുന്ന ഈ ധനമുണ്ടല്ലോ, ഈ ധനമായിരുന്നു നിങ്ങൾ നിക്ഷേപമാക്കി വെച്ചിരുന്ന ധനം. ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, അതുകൊണ്ട് നിങ്ങൾ നിക്ഷേപമാക്കി വെച്ചതിന്റെ ആ ശിക്ഷ നിങ്ങൾ തന്നെ രുചിക്കുക എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, സകാത്ത് കൊടുക്കാത്തയാൾക്ക് പല വിധത്തിലുള്ള ശിക്ഷകളാണ് അള്ളാഹുവും പ്രവാചകനും ഖുർആനിലൂടെ ഹദീസിലൂടെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു സലാസത്തി യദ്ഖുലൂനൻ നാര ഫസുൽത്താനുൻ മുസല്ലിത്തുൻ, ആദ്യമായി നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആദ്യത്തെയാൾ, നരകത്തിൽ പ്രവേശിക്കുന്ന ആദ്യത്തെയാൾ അക്രമിയായ ഭരണാധികാരിയാണ്. രണ്ടാമത്തെയാൾ ആരാണ്? വഫഖീറുൻ ഫജൂറുൻ. മൂന്നാളുകളെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം പറയാൻ, ഈ മൂന്നാളുകളാണ് ആദ്യമായി നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്. ആ മൂന്നാളുകളിൽ ഒന്ന് അക്രമിയായ ഭരണാധികാരി, വഫഖീറുൻ ഫജൂറുൻ, അധർമ്മിയായ ദരിദ്രൻ. മൂന്നാമത് പറഞ്ഞു, വദൂ സർവത്തിൻ മിനൽ മാലി ലം യുഅതി ഹഖ്ഖ മാലിഹി, തന്റെ ധനത്തിന്റെ സകാത്ത് കൊടുക്കാത്ത സമ്പന്നൻ, തന്റെ ധനത്തിന്റെ സകാത്ത് കൊടുക്കാത്ത സമ്പന്നൻ ആദ്യമായി നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്നാ പറഞ്ഞത്. നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആദ്യത്തെ മൂന്നാളുകളെ സംബന്ധിച്ചാ പറഞ്ഞത്. അക്രമിയായ ഭരണാധികാരി, വഫഖീറുൻ ഫജൂറുൻ, അധർമ്മിയായ ദരിദ്രൻ, വദൂ സർവത്തിൻ മിനൽ മാലി ലം യുഅതി ഹഖ്ഖ മാലിഹി, തന്റെ ധനത്തിന്റെ സകാത്ത് കൊടുക്കാത്ത സമ്പന്നൻ. സഹോദരങ്ങളെ, ആദ്യമായി നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആ ദൗർഭാഗ്യവാന്മാരുടെ ഗണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാവേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ സകാത്തിന്റെ വിഹിതം അതിന്റെ അവകാശികൾക്ക് നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാവണം. സഹോദരങ്ങളെ, ചരിത്രത്തിലെ ബദറിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടും സമ്പത്തും ശരീരവും അല്ലാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് റമളാനിലെ അവസാന 10 പ്രയോജനപ്പെടുത്തിക്കൊണ്ടും മുന്നേറുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ ഹാനിയം ബിതഖ്വല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون.
ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒന്ന് രണ്ട് അറിയിപ്പുകൾ കൂടി നൽകാനുണ്ട്. ഒന്ന്, നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകളിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മസ്ജിദിൻ്റെ വികസന ഫണ്ടിലേക്ക് കഴിയുന്ന ആളുകളെല്ലാം സംഭാവനകൾ നൽകണം. വിശുദ്ധ റമളാനിൽ തന്നെ സംഭാവനകൾ നൽകുകയാണെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. കാരണം റമളാനിൽ നാം നൽകുന്ന സംഭാവനകളുടെ മഹത്വം റമളാനിന് ശേഷം നൽകുന്ന സംഭാവനകൾക്കും ദാനധർമ്മങ്ങൾക്കും ഉണ്ടാവില്ല എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് റമളാൻ എന്ന് പറയുമ്പോൾ ഇനി ആകെ 10-12 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് റമളാനിൽ തന്നെ സംഭാവനകൾ നൽകാൻ കഴിയുന്ന ആളുകളെല്ലാം ശ്രമിക്കണം. നമ്മൾ ഈ സംഭാവനകൾ അർപ്പിക്കുമ്പോൾ എന്തൊക്കെ നല്ല ഉദ്ദേശങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണോ അത് നിർവഹിക്കുന്നത്, ആ മുറാദുകളെ, ആ സതുദ്ദേശങ്ങളെ മുഴുവൻ അല്ലാഹു തആല സഫലീകരിച്ചു തരുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, രണ്ടാമത്തെ സംഗതി നമ്മുടെ സക്കാത്ത്, ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ചാണ് പറയാനുള്ളത്. നമ്മുടെ മഹല്ലിൽ വളരെ ദീർഘകാലമായി വ്യവസ്ഥാപിതമായി സംഘടിതമായി സക്കാത്ത്, ഫിത്ർ സക്കാത്ത് നടപ്പിലാക്കി വരികയാണ്. സക്കാത്തും ഫിത്ർ സക്കാത്തും നമ്മുടെ മഹല്ലിൽ ഏൽപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ട്. കാരണം അതിലെ വിശ്വാസ്യതയാണ് സക്കാത്ത്, ഫിത്ർ സക്കാത്ത് നമ്മുടെ സംവിധാനത്തെ ഏൽപ്പിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും സക്കാത്ത്, ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ ശേഖരണ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദിവസമുണ്ടാവില്ല, നമ്മൾ റമളാന്റെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് സക്കാത്ത്, ഫിത്ർ സക്കാത്ത് ഏൽപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ ആളുകളും അവരുടെ തുക നമ്മുടെ സംവിധാനത്തെ ഏൽപ്പിക്കണമെന്ന് പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുകയാണ്. അല്ലാഹു തആല നമ്മുടെ സക്കാത്തും ഫിത്ർ സക്കാത്തും നമ്മുടെ സ്വതക്കകളുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ പ്രീതിയിലും അവൻ്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ബർസഖി ജീവിതം വിശാലമാക്കി തരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി തരുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ അർശിൻ്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നൽകി നമ്മെ എല്ലാവരെയും, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെയും പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉളുമായുടെ ഭാഗമാവുന്നവരുടെ കൂട്ടത്തിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരുടെ ഗണത്തിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരുടെ ഗണത്തിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും ഗസയിലെയും റഫയിലെയും ഞങ്ങളുടെ സഹോദരങ്ങളെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, സ്ത്രീകളെ, അല്ലാഹുവേ, വൃദ്ധജനങ്ങളെ, രോഗികളെ പടച്ചവനെ നീ സഹായിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ബൈത്തുൽ മഖ്ദിസിന് നീ സമ്പൂർണമായ മോചനം പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും പടച്ചവനെ ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ എഴുതിയ പരീക്ഷകളിൽ ഉന്നത വിജയം പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, തഖ്വയും ഈമാനും അവർക്ക് നീ വർദ്ധിപ്പിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്കും തഖ്വയും ഈമാനും ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, റമളാനും ഖുർആനും നോമ്പുമെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന അവസ്ഥാവിശേഷം ഉണ്ടാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, ഖുർആനും നോമ്പും ഞങ്ങൾക്ക് ശുപാർശ പറയുന്ന അവസ്ഥാവിശേഷം ഉണ്ടാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, റമളാനും നോമ്പും ഖുർആനും ഞങ്ങൾക്ക് പ്രതികൂലമായി സാക്ഷി പറയുന്ന അവസ്ഥാവിശേഷത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, റമളാനെ പ്രയോജനപ്പെടുത്താൻ തൗഫീഖ് നൽകണമേ റബ്ബേ. റമളാനിലെ അവസാന 10 പ്രയോജനപ്പെടുത്താൻ തൗഫീഖ് നൽകണമേ റബ്ബേ. അല്ലാഹുവേ,
ഞങ്ങളെ ഏറ്റവും കൂടുതൽ സജീവമായ രാവാക്കി അല്ലാഹുവേ ലൈലത്തുൽ ഖദറുള്ള രാവിനെ നീ മാറ്റണമേ റബ്ബേ. അല്ലാഹുവേ ലൈലത്തുൽ ഖദറിനെ നേടുന്നവരിൽ പടച്ച തമ്പുരാനെ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ ലൈലത്തുൽ ഖദറിന്റെ ആ രാവിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്ത് അല്ലാഹുവേ ഏറ്റവും നല്ല നിയ്യത്തോടു കൂടി നിർവഹിക്കാൻ പടച്ചവനെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ നരകമോചനം പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ റമളാന്റെ ഓരോ രാവുകളിലും നരകത്തിൽ നിന്ന് ഓരോരുത്തരെയായി നീ മോചിപ്പിക്കുകയാണല്ലോ പടച്ച തമ്പുരാനെ. റമളാനിലൂടെ പാപമോചനം നേടിയെടുക്കുന്നവരിൽ, റമളാനിലൂടെ നരകമോചനം നേടിയെടുക്കുന്നവരിൽ, അല്ലാഹുവേ റമളാനിലൂടെ സ്വർഗ്ഗം ഉറപ്പുവരുത്തുന്നവരിൽ പടച്ച തമ്പുരാനെ ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ അർദ അൻ അബീ ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയ്യത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ ലാ തുഅസ്സിബ്നാ ബിൻ നാർ വലാ തജഅൽനാ മിൻ ഹത്ബിൻ നാർ ഇന്നഹാ ബിഅസദ് ദാറു വബിഅസൽ മസ്വാ വബിഅസൽ ഖറാർ. അല്ലാഹുമ്മ ലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക അൻത റഊഫുർ റഹീം. اللهم انصر المسلمين المجاهدين في فلسطين، اللهم انصرهم في غزة، اللهم انصرهم في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.